ഹായ് ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാത്തേരയാണ്. അതിൽ ആദ്യം വേണ്ട 2 മുഴുത്ത മാങ്ങ, അതിനകത്ത് ഒരു ഏലക്കായും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് മിക്സിയുടെ ജാറെടുത്ത് നമ്മളിതിട്ട് കഴിഞ്ഞ് കുറച്ച് നന്നായിട്ടൊന്നത് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞ് നമ്മളിതൊന്ന് അരിച്ചുകൂടെ എടുക്കണം. കാരണം അതിനകത്ത് ചെറിയ ചെറിയ തരിയൊന്നും കാണില്ല, നല്ല സ്മൂത്തായിട്ട് അത് കിട്ടണം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിഞ്ഞ് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പം ഇന്ന് സയാനാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ കയറിയിരിക്കുന്നത്. അപ്പോൾ സഫാനാണത് വേണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നു കഴിയുമ്പോഴത്തേന് കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സായി കൊടുക്കണം. ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ ഒരു പരുവത്തി അത് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സായി കൊടുത്തു കഴിഞ്ഞ് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഇത് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട്, കാരണം ഇത് പറഞ്ഞു വരാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ തേച്ച് വെക്കുന്നത്. അപ്പോൾ ഇത് അതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ടതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളിതിന് ഉണക്കാൻ വെക്കാൻ പോവാണ്. അപ്പം ഡേ 1 നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ടൊന്നും ഉണങ്ങി കിട്ടിയില്ല. അപ്പോൾ ചെയ്യാൻ പിന്നെയും കൊണ്ട് വെക്കുവാണ്. ഡേ 2 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ഡേ 2ലും വെച്ചു, വലുതായിട്ട് ഉണങ്ങി കിട്ടിയിട്ടില്ല. അപ്പോൾ ഡേ 3യിൽ ഞങ്ങളത് വെച്ച് നോക്കി, അപ്പോഴത്തേന് സാധനം സെറ്റായി. അപ്പം ഡേ 3 വെച്ചപ്പോഴത്തേന് സെറ്റായി, നന്നായിട്ട് വെയിലത്ത് വെച്ചപ്പോൾ സെറ്റായി. പിന്നെ അത് അതിൻ്റെ സൈഡൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് സൈഡൊക്കെ ഇല്ലാതായിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഇനി കഴിക്കാൻ നമുക്ക് കൊടുത്തു നോക്കാം. നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് നല്ല ഇതാക്കി തന്നെ കട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം സയാപ്പിക്ക് കൊടുത്തു, അവന് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി 2 പേർക്ക് അത് ഇഷ്ടമായി.